വാഴയിലകളിലും ചോറ്റുപാത്രങ്ങളിലും സ്നേഹം വിളമ്പിയ നമ്മുടെ പ്രിയപ്പെട്ട ഇടങ്ങളാണ് അടുക്കളകൾ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തിയവർ പിന്നീട് അടുക്കള തന്നെ അരങ്ങാക്കി മാറ്റിയിടമാണ് സെലിബ്രിറ്റീസ് കിച്ചൺ മാജിക്. മിൽമ പ്രസൻസ് ഫിറ ഫുഡ്സ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി, KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. അപ്പൊ നമ്മൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. എല്ലാവരും എത്തിക്കഴിഞ്ഞു. എന്നത്തെ പോലെ നമുക്ക് കുക്ക് ചെയ്യണ്ടേ? പിന്നെ എന്താ ചെയ്യാൻ പോണേ? എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ഉണ്ടോ? ഞങ്ങൾ എന്തിനു തയ്യാറായിട്ട് നിൽക്കുന്നു. സാധാരണ ഇവിടെ എന്തെങ്കിലും തരും, അപ്പൊ നമ്മൾ എന്തായാലും ചെയ്യും. നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്താണോ അത് വെച്ച് നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പാടില്ല. ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, ഓർഡർ ചെയ്ത് വരുത്തുന്നു. വിഷ്ണുവിന് എന്തായാലും സെയിം തന്നെ അഭിപ്രായം. ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ കിറ്റ് ചെയ്യുക, അതാണ് ഓപ്ഷൻ. നിങ്ങൾക്ക് രണ്ടുപേർക്കും മാക്സിമം എന്റർടൈൻമെന്റ് കൊടുക്കുക. ആണല്ലോ, മാക്സിമം എന്റർടൈൻമെന്റ് ആണ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നമുക്കിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷ് തയ്യാറാണ്. വളരെ സിമ്പിൾ, ഒന്നും ചെയ്യണ്ട. ഞാൻ ചോദിച്ചേ സിമ്പിൾ ഹംബിൾ, ഒന്നും ചെയ്യണ്ട. കാരണം ഇങ്ങനെ വേണം എല്ലാ എപ്പിസോഡും. പ്രിയപ്പെട്ട പ്രേക്ഷകർ വിചാരിക്കുക പാചകം ഇല്ലേ? പാചകമുണ്ട്, പാട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിനു മുമ്പായിട്ട് നമുക്കൊരാളെ, ഒരു അതിഥി, ഒരു അതിഥി വേണം. ഓരോ നിമിഷവും നമുക്ക് സന്തോഷമുള്ളതാണ്. ഇരട്ടി മുതൽ നൽകുന്ന ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു വ്യക്തിത്വമാണ് നമ്മൾ അരികിലേക്ക് വരാൻ പോകുന്നത്. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ, എക്കാലവും നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ട കലാകാരൻ നന്ദുവേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നന്ദുട്ടാ, ഇവരെല്ലാം നമുക്ക് പരിചിതരാണ്. അതെ, ഇവരുടെ പാചകം നമ്മളിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കണം ഓരോ ദിവസങ്ങളായിട്ട്. തടിക്ക് കുഴപ്പമൊന്നുമില്ല. സാധാരണ അങ്ങനെ അല്ലല്ലോ. നന്ദുട്ടൻ പാചകം ചെയ്യുന്ന ആളാണോ? വല്ലപ്പോഴും അല്ല, ഇടയ്ക്കൊക്കെ ഉണ്ട്. അടുക്കളയിൽ കയറാറുണ്ടോ? ഞാൻ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ഞായറാഴ്ചത്തെ പാചകം എൻ്റെ വക. അല്ലല്ല, ഫുള്ളല്ല. ചിലപ്പോ അല്ല, മെയിനായിട്ട് ചിക്കൻ. സ്പെഷ്യൽ ഡിഷ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഈ കോവിഡ് ആണ് അതിന് പാചകക്കാരായത്. അപ്പൊ അന്ന് കുറച്ച് ചെറുതായിട്ടൊക്കെ പാളിപ്പോയത് വേറെ കുഴപ്പമൊന്നുമില്ല. മുഴുവൻ ഞാൻ തന്നെ തിന്നിട്ടില്ല, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക്. അല്ല, ചില ഐറ്റംസ് ഉണ്ട്. അത് ഞാൻ എനിക്ക് നമ്മുടെ ഇവിടുത്തെ നാടൻ സാധനങ്ങളൊക്കെ നമുക്ക് പിന്നെയും ഉണ്ടാക്കാം. ഞാൻ ചില ഫ്രഞ്ച് സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഞാൻ ഒരു ഷെഫുണ്ട്, അദ്ദേഹത്തിൻ്റെ ചാനൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണും. അങ്ങനെ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് അത് നോക്കിയിട്ട് ചില സാധനങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് ഒരു സാധനം, ഈ ബീഫ് ബൊണിയോൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ബീഫ് സ്റ്റൂ ആണ് അത് ബേസിക്കലി. അപ്പോൾ അത് ഉണ്ടാക്കിയപ്പം ഏകദേശം വീട്ടിൽ നിന്ന് വെളിയിലാക്കുന്ന ഒരു ലക്ഷണം വന്നു. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കണം. അത് 8-9 മണിക്കൂർ അടുപ്പി കിടക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി മേലിൽ ഈ പരിപാടി ഉണ്ടാക്കണേ 2 കുറ്റി ഗ്യാസും കൂടെ വാങ്ങിച്ചുകൊണ്ടൊന്നും ചെയ്താൽ മതി, അല്ലാതെ ഈ പരിപാടി ഒന്നും ഇവിടെ നടക്കില്ല. അത് പക്ഷേ 2 പ്രാവശ്യം ഉണ്ടാക്കി ഞാനത്. അത് പക്ഷേ ഉഗ്രനായിരുന്നു, റെഡ് വൈനൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന സാധനം. അങ്ങനത്തെ ചില ഈ റെയർ ഐറ്റംസ് ചെയ്തു, അത്രയേ ഉള്ളൂ. സാധാരണ നമ്മൾ ചിക്കൻ കറിയിൽ ഒതുങ്ങി നിൽക്കും. ചിക്കൻ ആകുമ്പോൾ നമ്മുടെ പരുവത്തിന് നിൽക്കുമല്ലോ. അത് പരുവത്തിന് നിൽക്കും. ഓക്കെ. ഏട്ടന് എന്തായാലും സ്വീറ്റ് ആയിട്ടുള്ള ഡിഷാണോ സാധാരണ ഇഷ്ടം, അതോ സ്പൈസി ആയിട്ടാണോ? സ്വീറ്റ് ഒന്നും അങ്ങനെ വലിയ താല്പര്യമില്ല. സ്വീറ്റ് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ഇപ്പോൾ കല്യാണത്തിന് പോയപ്പോഴും പായസമൊന്നും കഴിക്കാറില്ല. കാര്യം സദ്യ ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് സുഖമായിട്ട് നല്ല വൃത്തിയായിട്ട് സദ്യ കഴിക്കും. മധുരത്തിനോട് അങ്ങനെ വലിയ ഒരു ആർത്തിയുള്ള ആളൊന്നുമല്ല. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ചില മധുരങ്ങളുണ്ട്. അത് ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും, ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാലും, ഷുഗർ കയറി നിൽക്കുകയാണ്, ഇപ്പം മരിച്ചോ എന്ന് പറഞ്ഞാലും അത് ഫ്രണ്ടിൽ കൊണ്ടുവച്ചാൽ തിന്നും, എന്നിട്ട് ഞാൻ മരിക്കും. അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളുണ്ട്. അതിനകത്ത് ഒരു സാധനമാണ് റവ കേസരി.
എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് റവ കേസരി. പിന്നെ അമ്പലപ്പുഴ പാൽപ്പായസമൊക്കെ പിന്നെ അവോയ്ഡ് ചെയ്യും. പക്ഷെ കേസരി എൻ്റെ ഫ്രണ്ടിൽ വന്നാൽ കൈവിട്ടു പോകും. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എനിക്ക് എൻ്റെ കുഞ്ഞമ്മയാണ്, എൻ്റെ കുഞ്ഞമ്മ ഉണ്ടാക്കി തരും. നല്ല രസമായിട്ട് ഉഗ്രനായിട്ട് ഉണ്ടാക്കി തരും. അപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ്റെ നാട് ചെന്നൈയാണ്. അപ്പോൾ അവിടെ കല്യാണങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ആദ്യം ഈ കേസരി വിളമ്പും. അപ്പോൾ ആ കേസരി എല്ലാം ഉഗ്രനായിരിക്കും. കാര്യം നമുക്ക് അത് കാര്യം എന്ന് പറഞ്ഞാൽ നെയ്യാണ് ഫുള്ള്. നമ്മളിങ്ങനെ നെയ്യ് ഇങ്ങനെ ആ ഇലയെ കൂടെ ഇങ്ങനെ ഒലിക്കും. പറഞ്ഞാൽ തന്നെ കൈവിട്ടു അങ്ങനെ. അപ്പോൾ അതിങ്ങനെ കഴിക്കും. എന്നിട്ട് അത് അവ പോണതിന് മുമ്പ് അങ്ങനെ കോരിയിടും. അവന് മനസ്സിലായി ഞാൻ കൊതിയനാണെന്ന്. കോരിയിടും. അങ്ങനെ അത് കുറെ കഴിക്കും. അങ്ങനെയാണ് ഈ കേസരി കൂടുതൽ കഴിക്കുന്നത്. ഇവിടെ നമുക്ക് ആ കേസരി ഇവിടുത്തെ ഡ്രൈ കേസരിയാണ് പലപ്പോഴും. അപ്പൊ അതിന്റെ അത് കിട്ടൂല. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്, ആ ടേസ്റ്റിന്റെ വ്യത്യാസം. ശരിക്കും നെയ്യ് വരുമ്പോഴാണ് എല്ലാത്തിലും ടേസ്റ്റ് വരുന്നത്. അപ്പൊ അങ്ങനെ കേസരി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ചോക്ലേറ്റ് അത്തരം കാര്യങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതാണ് അത്ര ഇഷ്ടമാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കണം. സർവകലാശാലയാണോ ഏട്ടൻ്റെ ഫസ്റ്റ്? അതെ അതെ അതെ. എത്ര സിനിമകളായിരുന്നു എണ്ണം? അങ്ങനെ 250 വരുമായിരിക്കും. ഞാനത് എണ്ണിട്ടില്ല. അത്രയും വലിയ അടിയൊന്നും. അവിടെ 500-600 ആയ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. നമ്മളടുത്തേക്ക് ഇരുന്നിട്ട് ഞങ്ങൾക്ക് വരുമല്ലേ. ഞങ്ങളൊക്കെ 40-45 പടങ്ങളുടെ ഇടയിൽ 250 നിൽക്കുമ്പോ വലിയ സംഭവം തന്നെയാണ്. അല്ല, അതിനകത്ത് കുറെ ഭാഗങ്ങളെ കുറെയൊക്കെ ഇങ്ങനെ തുണ്ട് തടസ്സമൊക്കെ ചെറുതൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് വ്യത്യാസമുള്ള കഥാപാത്രങ്ങൾ കിട്ടി തുടങ്ങിയത്. സ്പിരിറ്റ് ശരിക്കും സ്പിരിറ്റ് അല്ല, അതിന് മുമ്പ് അല്ല 4 പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അടൂർ സാറിന്റെ പടം. അതിൽ നിന്നാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞാണ് എനിക്ക് രഞ്ജിയേട്ടൻ തിരക്കഥ വന്നു. അത് കഴിഞ്ഞ് സ്പിരിറ്റ് വന്നത്. അങ്ങനെയാണ് കുറെ ഒരു നല്ല വേഷങ്ങൾ കിട്ടിയത്. അപ്പോൾ എന്തായാലും വലിയ സന്തോഷമാണ് നന്ദോട്ട് ഞങ്ങളോടൊപ്പം കൂടിയത്. അപ്പോൾ നന്ദോട്ട് പറഞ്ഞ പോലെ നന്ദോട്ടിന് ഇഷ്ടമുള്ള ഒരു വിഭവം നമുക്ക് തയ്യാറാക്കും. ആരാണ് വരുന്നത്? അടിപൊളി കേസരിയുടെ നിറം. കേസരിയായിട്ട് ഇറങ്ങിയത്. ശരി, അപ്പൊ പിന്നെ നമുക്ക് നന്ദോട്ടിന് വേണ്ടിയിട്ട് പിന്നെന്താ പ്രിയപ്പെട്ട ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നമുക്ക് എല്ലാവർക്കും കൂടാൻ ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് ചെയ്യാം, മാക്സിമം സന്തോഷമാക്കാം, എൻജോയ് ചെയ്യാം, ഫണ്ണി ആക്കാം. വെരി ഗുഡ്. മിൽമ പ്രസൻസ് ഫിറ ഫുഡ്സ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി, KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. നടക്കുന്നു. ഇപ്പോൾ മിൽമയുടെ നെയ്യിൽ നന്നായിട്ട് റവ വറുത്തുകൊണ്ടിരിക്കുകയാണ്. റവ വറുത്ത് കഴിഞ്ഞാൽ അതിനെ വേകാൻ വേണ്ടിയിട്ട് മാറ്റും. അത് കഴിഞ്ഞാൽ പഞ്ചസാരയിട്ട് നമ്മൾ നെയ്യിട്ട് ഒരു നേരത്തെ നന്ദിച്ചേട്ടൻ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാം. അതെ, അല്ല പക്ഷേ ഈ എനിക്ക് ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഈ ഉണ്ടാക്കണേലല്ല, എനിക്ക് പിടിച്ചിരിക്കാവില്ല അധികം നേരം. കൊതി വന്നിട്ടല്ലേ? അല്ല, ഇത് വെള്ളത്തിൽ നമ്മൾ ഫുഡ് കളർ മിക്സ് ചെയ്ത് അതിന് വേകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു. അതിന് ഫുഡ് കളറാണ്, ആ കേസരി കളർ വേണ്ടി. അല്ല, കേസരി ഈ ഫുഡ് കളർ ഇല്ലാതെയും ഉണ്ടാകും. പക്ഷെ അല്ല അല്ല അത് ഉണ്ടാക്കുന്നത് സത്യനാരായണ പൂജയ്ക്ക് വേണ്ടി മാത്രം. അതെ, അത് വെള്ള നിറത്തിൽ. അല്ല, ചില ആൾക്കാർ ഞാൻ ചില കല്യാണത്തിന് ഇതില്ലാതെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റിനകത്ത് വലിയ വ്യത്യാസം വരില്ല, പക്ഷെ നമുക്ക് മാനസികമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ. കേസരി അല്ല, കേസരി അല്ല എന്നൊരു ഫീലിംഗ് വരും. അതാണ്. ഇല്ല, നന്നായി. മുളകൊടി ഇടണമെന്ന് പറയാത്ത ഭാഗ്യം. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. അതെ, എല്ലാം മഞ്ഞ കളർ. അത് റവ വേഗമാണ് നന്നായിട്ട്. ഈ കുക്കിങ്ങിനെ പറ്റി നല്ല വിവരമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുമ്പോഴേ എനിക്ക് വേണ്ടിട്ടല്ല, പ്രേക്ഷകർക്ക് വേണ്ടിട്ടാ. നന്നായി കേട്ടാ. ഈ സംശയം ചോദിക്കണം, തീർച്ചയായും ചോദിക്കണം. അധികം ആരോഗ്യമുള്ളവരോട് ചോദിക്കണ്ട. നന്ദിച്ചേട്ടൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഇതിൽ ആർട്സ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് നന്ദിച്ചേട്ടൻ ആദ്യമായിട്ട് സിനിമയിൽ അല്ലാതെ കാണുന്നത്. അതെ, അതിന്റെ തൊട്ടടുത്ത താമസം. അപ്പോൾ അവിടെ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ മേടയിൽ വീട്ടിനടുത്ത് അവിടെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന ഇങ്ങനെ കണ്ടുപോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മോക്ഷം സിനിമയിൽ 6 ക്യാരക്ടറിനെ ഡബ് ചെയ്തിട്ട് ഒരു ക്യാരക്ടർ നന്ദിച്ചേട്ടൻ്റെ ക്യാരക്ടറായിരുന്നു. ആണോ? റഷ്യയിലുള്ള ആ ഒരു സ്റ്റോറി. അപ്പോൾ അതിൽ
ഈ ഇതിലൊക്കെ വന്ന ന്യൂസും അതും അത് കഴിഞ്ഞ് കുറേ വിവാദവും എല്ലാം എവറിത്തിങ് ഐ വാസ് ഫോളോയിങ് എല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് കണ്ടത്, ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എവിടെയെങ്കിലും കണ്ടുമുട്ടും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. ഈ പറഞ്ഞതുപോലെ തന്നെ കണ്ടുമുട്ടി. ഞാനേ ചോദിക്കണം എവിടെയെങ്കിലും പോകണം, പോയിട്ടൊന്നും മതി. ഞാൻ പോവില്ല. നിങ്ങൾ മൂന്നുപേരും കൂടെ ഒന്നായി നിന്നിട്ട് എന്നെ ഇപ്പൊ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കാം. അതിനകത്തൊന്നും നിൽക്കണായിരുന്നു, വെളിയിൽ പോയി നിന്നെന്തിനാ? ഇടിച്ചു കയറണ്ടേ? ഞാനൊരു എക്സ്പീരിയൻസ് ചോദിക്കാൻ വന്നതാ കുറെ നേരിട്ട്. മറ്റേ തേന്മാവിൻ കുമ്പത്തിന്റെ മൂവിന്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ സാറ് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ ഷൂട്ടിന്റെ ഇടയിൽ പോയി മറ്റേ അടുത്തുള്ള ഏതൊരു പുഴയിൽ പോയി കുളിക്കുന്നു, ഭയങ്കര ടൂറ് പോയൊരു ഒരു പിക്നിക്കിനൊക്കെ പോയൊരു വൈബായിരുന്നു. അല്ല, അത് ആ ഒരു ലൊക്കേഷൻ മാത്രം. അവിടെ ഈ നമ്മൾ കാളച്ചന്ത ഷൂട്ട് ചെയ്തല്ലോ, കാളച്ചന്ത ഉണ്ടല്ലോ അതിനകത്ത്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു കാട്ടരുവി ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് യാദൃശ്യമായിട്ട് നമ്മുടെ ആർട്ടിൽ ആരോ കണ്ടുപിടിച്ചതാണ്. അങ്ങനെ അത് വന്ന് പറഞ്ഞു, ഞാൻ പോയി കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ലാലേട്ടൻ ബാ കാണാൻ പോകാമെന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഇത് കുളിച്ചാൽ നമുക്ക് നാളെ രാവിലെ വന്ന് ഇവിടെ കുളിക്കാം, അതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ അടുത്ത ദിവസം രാവിലെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് വന്നു ഒരു 10-15 മിനിറ്റ്. പിന്നെ അത് എൻ്റെ അടുത്ത് പറയുമായിരുന്നു, നാളെ കാളച്ചന്തയാണ് പറയണത്, നമുക്ക് നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ പല ദിവസങ്ങളിലും അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രാവിലെ വന്ന് ലാലേട്ടനും കാണും, ഞാൻ കാണും, പിന്നെ നെടുമുടി മേടിച്ചിട്ട്. അവിടെ ഒരു മനുഷ്യയില്ല, അതിന്റെ അപ്പുറത്ത് കാട്. അവിടെ ഏത് ആരാധകർ? സ്വാഭാവികമായിട്ട് ഞാനാണെങ്കിൽ ഇവര് കുളിക്കാന്ന് നോക്കിയത്. ഓരോ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്തോളാം, ശ്രദ്ധിക്കുന്നുണ്ട്. തെറ്റായ രീതിയിൽ നമ്മൾ ഒളിച്ചു നോക്കിയാ വലിയ പ്രശ്നം. നിങ്ങൾ നോക്കിയാ ഒരു കുഴപ്പമില്ല. തെറ്റായ രീതിയിലല്ല, ശരിയായ രീതിയിൽ. നമ്മളിട്ടാ കളസ, അവരിട്ടാ ബർമുട. തെറ്റായ രീതിയിലല്ല, തെറ്റായ രീതി നോക്കുപോലും ഇല്ല. പക്ഷേ ഇങ്ങനെ വെച്ച് നോക്കും, മോൾ ഭാഗം മാത്രം കണ്ണു നോക്കാം, അത് മാത്രം നോക്കും. എങ്ങനെ മനസ്സിലായില്ല? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ, കൈവിട്ട് പോയി. നന്ദുചേട്ടനും ലാലേട്ടനും ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജോക്സ് അപ്പാർട്ട്, ആ ഭാഗത്ത് ഈ ഷൂട്ടിങ്ങിന്റെ അവിടെ നിന്ന് കുറച്ചിങ്ങനെ പോകണം. എല്ലാം കാട്, അതിന്റെ അപ്പുറത്ത് വലിയ കാടാണത്. അവിടെ ഒന്നും ആരും ഇല്ല. മാത്രമല്ല ലാലേട്ടനെ അന്ന് ഇന്നറിയുന്നത് പോലെയുള്ള തമിഴ്നാട്ടുകാർക്ക് അറിയാം. തമിഴ്നാട്ടിൽ അറിയാം ലാലേട്ടൻ ഇവിടുത്തെ വലിയ സ്റ്റാറാണെന്നറിയാം. പക്ഷേ ഈ അവിടെയും ഒരു സ്റ്റാറിൻ്റെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറൊന്നും ആയിട്ടില്ല അദ്ദേഹം. അപ്പോഴത്തേക്കും പിന്നെ ഹിന്ദി ചെയ്തു, കുറേ പടങ്ങളൊക്കെ ചെയ്തു, തെലുങ്കിൽ വലിയ ആൾ. അതൊക്കെ ഈ അടുത്ത ഒരു 10 കൊല്ലത്തിനകത്താണ്. ഇത് എത്ര വർഷം മുമ്പ്, 30 വർഷമായില്ല സിനിമ ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ 93 കണ്ടാണ് ആ സിനിമ, 92, 93 കണ്ടാണ്, 32-33 കൊല്ലമായി. അപ്പോൾ അന്നത്തെ കാലത്ത് അത്രയും പ്രശ്നമില്ല. അപ്പം പിന്നെ ഈ ജൂൺ ആർട്ടിസ്റ്റ് വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരും തമിഴ്നാട്ടുകാരാണ്. അവർ പിന്നെ ഈ അവിടുത്തെ അവരൊന്നും അങ്ങോട്ട് വരുമൊന്നുമില്ല. അപ്പോൾ അവിടെ നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ ചേട്ടൻ്റെ കൂടെ ചേട്ടൻ്റെ കോസ്റ്റ്യൂമർ ആരോ ഒരാൾ, മുരളി ആരോ ഒരാൾ, ഈ അന്ന് സലീമായിരുന്നു മേക്കപ്പ്, അങ്ങനെ 1-2 പേരുണ്ട്. അപ്പോൾ അവർ ഇദ്ദേഹത്തിന് ഡ്രസ്സോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ സുഖമായിട്ട് ഡ്രസ്സെല്ലാം മൂരി അവിടെ വച്ചിട്ട് എൻജോയ് ചെയ്തു. അടിപൊളി സുഖമായിട്ട് ആ തണുത്ത വെള്ളം. അങ്ങനെ നിന്നെടുത്തൊക്കെയാണ് അപ്സരയ്ക്ക് മറ്റേ ഒളിഞ്ഞു നോക്കാൻ പറ്റുന്നത്. വേഗം വായോ, ഇവരെന്നെ കൊന്നോണ്ടിരിക്കുക. ഞങ്ങൾ രക്ഷിക്കാനായിട്ട് ഒളിഞ്ഞോട്ടത്തിന്റെ കഥ പറഞ്ഞു. ഞങ്ങളത് ഒളിഞ്ഞെന്ന് കേട്ടായിരുന്നു. മനസ്സിലായല്ലോ, ഇവരും തൽപരാക്ഷികളാ. ഇത് പണ്ടത്തെ കാലത്തൊക്കെ ഈ നമ്മൾ ഈ എവിടെയെങ്കിലും നമ്മൾ ഈ ജംഗ്ഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് പണ്ടത്തെ കഥകളാണ്. അപ്പോൾ ഇതിനകത്ത് ഈ കൂട്ടത്തിൽ ഒരു കുഴപ്പക്കാരൻ കാണും, അവനോ പുകരടിക്കാരനോ എന്തെങ്കിലും കേസുള്ളവനായിരിക്കും. അപ്പൊ പോലീസ് പെട്ടെന്ന് ജീപ്പ് കൊണ്ട് നിർത്തിയിട്ട് ഇവനെ തൂക്കിയെടുത്ത് ഈ വണ്ടിക്കകത്തോട്ട് എടുക്കും. വണ്ടിക്കകത്തോട്ട് കയറി പോകും. അപ്പൊ ഇവനെ അറസ്റ്റ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവനെന്ത് ചെയ്യുന്നറിയാമോ, ഈ വണ്ടിക്കകത്ത് കയറി ഒന്ന് ഗോപി ചെയ്തപ്പോ നമ്മളൊരു വെച്ചായിരുന്നു. ഇപ്പൊ ഞാൻ ഗോപി എന്ന് പറഞ്ഞവൻ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തവനാ. അവൻ പൊക്കട അവനെ പിടിച്ചു, അവനെ പൊക്കി. അവൻ എന്തിനാ സാറേ കേരള വണ്ടിക്കകത്ത് ഒരു അടി കൊടുത്ത് കയറ്റിക്കിട്ട് അവരെയും വിട്ട് 2 അടി. അവര് വന്നതാ നടന്ന്, ഇതുവഴി അങ്ങോട്ട് നടന്നു പോയതാ അവര്. കേസ് ഒരുമിച്ചങ്ങ് വരുമല്ലോന്നൊക്കെ. ഏകദേശം അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. സഹായം വേണോ? തീരാറായിരുന്നു. ഞാൻ കഴിച്ച് ടേസ്റ്റ് ഒക്കെ നോക്കി കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ സഹായത്തിന് വിളിക്കാം. കഴിക്കാൻ കേട്ടോ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നന്ദു ചേട്ടാ, കോമഡി ഇതിന്റെ ഹാൻഡിലില് ഇതില് ഇതില് ഏതാണ് ചേട്ടന് ചലഞ്ചിങ് ആയിട്ട് തോന്നിയിരിക്കുന്നത്? ഏറ്റവും ചലഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി തന്നെയാണ്. ആണല്ലേ? ഒരാളെ 10 പേരെ കരയിപ്പിക്കാനായിട്ട് എളുപ്പമാണ്. അതെ. ഇപ്പൊ നമ്മുടെ കണ്ണ് നിറയുമ്പോൾ അയ്യോ പാവം എന്തോ വിഷമമുണ്ട് കേട്ടോ എന്ന് തോന്നുന്നത് ഒരു മനുഷ്യന്റെ
സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവം, വികാരമാണ്. അതേസമയം ചിരിപ്പിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അത് നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിളികളാവുമോ ഒക്കില്ല. അപ്പം അത് പറയുന്നത് അത്ര ഗംഭീരമായ സാധനമായിരിക്കണം, അത് അവതരിപ്പിക്കുന്ന രീതി ഗംഭീരമായിരിക്കണം, എന്നാലേ ജനം ചിരിക്കുള്ളൂ. അപ്പം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട നല്ല തമാശ ഇതെല്ലാം അമ്പിളിച്ചേട്ടൻ ചെയ്തു. പിന്നെ തുടർന്ന് വന്ന ആൾക്കാരെല്ലാം കുറെ പേര്, സുരാജ്, വൃത്തിയോടെ അപ്പം ബോറാവും. അപ്പം ചിരിക്കണതിന് പകരം എന്നുള്ള വികാരത്തിലേക്ക് പോകും ജനം. അപ്പം അത് വളരെ പാടാണ്. ഒരു നല്ല ഒരു തമാശ പറഞ്ഞ് ചിരിപ്പിച്ച് ഫലിപ്പിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. കരയിപ്പിക്കാനായിട്ട് വലിയ പാടല്ല. കാരണം എന്താ, നമ്മൾ ആ എന്താ പറഞ്ഞത്, കരഞ്ഞ് അഭിനയിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ ദുഃഖം പങ്കുവെച്ച് കരയും, അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിച്ച് നശിപ്പിച്ചല്ലോ എന്ന് ആലോചിച്ച് കരയും. രണ്ട് രീതിയിലും എന്താ ഇവിടെ പരിപാടി? അത് കുറച്ചു നേരം നിൽക്കട്ടെ, അല്ലെങ്കിൽ ആദ്യം കഴിക്കിട്ട് ഞാൻ നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന് ആ എക്സ്പ്രഷൻ അവിടെ ഉണ്ടാക്കിയെടുത്ത് അങ്ങോട്ട് വച്ചതേ ഉള്ളൂ. അതാ ചട്ടിയോടെ ഒഴിയാൻ പോലെ ആർത്തി കാണിക്കല്ലേ, ഇതുപോലെ എടുത്ത് തരും, വെയിറ്റ് ചെയ്യും. അതാ ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന്, നിങ്ങൾ ഇതൊക്കെ കൊണ്ടുപോയിക്കോ, ഞാൻ ചട്ടിയോടെ നിന്നോളാം. സൂപ്പർ, അടിപൊളി. അപ്പൊ ശരി, നിങ്ങളൊക്കെ പോവല്ലേ? കുറച്ച് കഴിഞ്ഞ് കാണാം. കഴിക്കട്ടെ. ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ചോദിക്കണം ചേട്ടാ, ഈ സിനിമയെ വന്നില്ലായിരുന്നു ചേട്ടാ, വേറെ ഏത് ജോലി ചെയ്യാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. അങ്ങനെ പറയാം. ഏറ്റവും കൂടുതൽ കാശ്, ഏറ്റവും കൂടുതൽ എന്തിനു പറഞ്ഞാണ് ഗോള്. വെറുതെ ഇരിക്കുക, അമ്മേന്ന് വിളിക്കുക, കാശ് എത്രായിരം രൂപ തന്നെ ഇതിലേക്ക് വരാനല്ല നിന്നത്. എൻ്റെ ആഗ്രഹമൊക്കെ വേറെ ആയിരുന്നു. ആദ്യം നേവിയിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ NCC-യിലുണ്ടായിരുന്നു, നേവി വിങ്ങിലുണ്ടായിരുന്നു. അത് ഈ കണ്ണിൻ്റെ പ്രശ്നം വന്നതോടുകൂടി അതും വെടി നിന്നു. ഇതിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു രാജ്യത്തിനെ സെർവ് ചെയ്യാൻ പോകണമെന്ന്. ആഗ്രഹം ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും വിളിച്ചാൽ പോകുന്നത് വേറെ കാര്യം. പിന്നെ ഈ ട്രെയിൻ കരി എഞ്ചിനില്ലേ, അതിൻ്റെ ഡ്രൈവർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ നാൾ. അതും നടന്നില്ല. കാര്യം അതൊക്കെ ഫിസിക്സും ഇതൊക്കെ പഠിക്കണം എന്ന് പറയുമ്പോൾ പാടാണ്. നമ്മൾ ആ പരിപാടിയൊന്നുമില്ല, അല്ലാതെ വല്ല തന്നാ ഓക്കെ. അപ്പോൾ അത് നടന്നില്ല. ഒരു കാര്യം കൂടെ, അതായത് ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ വരുന്ന സിനിമകളൊക്കെ കഥകൾ കേൾക്കാറുണ്ട്, ഇടയിൽ കൂടെ കഴിക്കാറില്ലേ? കേൾക്കാറുണ്ട്. അപ്പൊ ഈ വരുന്ന കഥാപാത്രങ്ങൾ എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു മുൻകൂട്ടി ഒരു ഇതുണ്ടോ? ഇല്ല, പ്രിപ്പറേഷൻ ഒന്നും അങ്ങനെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇപ്പൊ കഥാപാത്രം എന്താന്ന് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കുമല്ലോ. ഓക്കെ. അപ്പൊ അതിനാണ് പറയണത്, ഈ ആക്ടറിനകത്ത് എന്ന് പറഞ്ഞ ഒബ്സർവേഷൻ. അപ്പൊ നമ്മൾ നാട്ടിൽ ഏത് കഥാപാത്രങ്ങളെ കണ്ടാലും നമ്മളത് വാച്ച് ചെയ്തിട്ട് അയാളുടെ രീതികൾ അതൊന്നും മനസ്സിലാക്കി വച്ചാൽ നമുക്കിത് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു വേഷം വരാൻ ചെയ്യാൻ സാധിക്കും. ഞാൻ ഒരുപാട് സന്തോഷം തന്നേട്ടാ. നമ്മൾ ഈ സെഗ്മെന്റ്, ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവം പറഞ്ഞു, നമ്മളത് ചെയ്തു, കഴിച്ചു. വീണ്ടും നമുക്ക് ഫ്ലോറിലേക്ക് പോവാം. ഓക്കെ. മിൽമ പ്രസൻസ് ഫിറ ഫുഡ്സ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3, പവേഡ് ബൈ അമൃതവേണി, KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. ഇവിടെ ഒരു മാസം
ഞങ്ങൾ ജോഡിയായിട്ട് അഭിനയിച്ച ഒരു പടമുണ്ട്. 1 മാസമായിരുന്നു ഷൂട്ടിംഗ് ഞങ്ങൾക്ക്. കാട്ടിനകത്ത് പീരിമേട് കുട്ടിക്കാനം സൈഡിൽ. ഏത് പടം? ഇന്ദ്രിയം. ഓർമ്മയുണ്ടോ? പിന്നെ ഇന്ദ്രിയം. ഇന്ദ്രിയം 25 വർഷമായി. കാര്യം അത് 2000-ലായിരുന്നു ഷൂട്ടിംഗ്. എന്റെ പേര് രണ്ട് സെഞ്ചുറീസിലായിട്ടായിരുന്നു തന്നെ ഷൂട്ടിങ്. ചില പടങ്ങൾക്ക് ഈ മാസം അടുത്ത മാസം ഷൂട്ട് ചെയ്യും, ചില പടങ്ങൾ ഈ വർഷം തുടങ്ങിയിട്ട് അടുത്ത വർഷം തീരും. ഇത് കഴിഞ്ഞ സെഞ്ചുറിയിൽ തുടങ്ങിയിട്ട് ഈ സെഞ്ചുറിയിലാണ് തീർന്നത്. 1900-ൽ തുടങ്ങി 2000-ൽ തീർന്നു. അങ്ങനത്തെ പടമാണ് ഞങ്ങൾ അഭിനയിച്ചത്. പക്ഷെ അതിൻ്റെ അകത്തൊരു മെമ്മറീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചൊരു ഏകദേശം സമയമാണ്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വണ്ടിയൊന്നും ഓടിച്ച് തുടങ്ങിയിട്ടില്ല. ആ സമയത്ത് എൻ്റെ അടുത്ത് നിർബന്ധിച്ച് എന്നെ കൊണ്ട് എന്ത് കോൺഫിഡൻസിലാന്ന് എനിക്കറിയത്തില്ല, ആ പീരിമേട് ഹിൽ സ്റ്റേഷൻ ആ വളവും തിരിവില്ലേ, നന്ദുവേട്ടൻ്റെ ഒരു റെഡ് കാറായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ കാർ എന്നെ കൊണ്ട് ഓടിപ്പിച്ചു. എന്തായിരുന്നു ശരിക്കും ഇപ്പൊ ഞാൻ ചോദിക്കാണ്, അന്ന് ആ തോന്നിയ എൻ്റെ ഒരു ഇൻസ്പിറേഷൻ. ഞാൻ ഒരു 3 പെഗ് അടിച്ചിരുന്നു. അതല്ലാതെ ഈ അതിക്രമത്തിന് തയ്യാറായി. ഞാൻ പറഞ്ഞപ്പോ നമ്മള് ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലോട്ട് ഷിഫ്റ്റിംഗ് ടൈം ആയിരുന്നു. അപ്പൊ എന്നെ നീ എടുക്കും, ധൈര്യമായിട്ട് എടുക്കും, കുഴപ്പമൊന്നുമില്ല, എടുക്കും, ഞാൻ എടുക്കില്ല. പക്ഷെ ഭയങ്കര രസമായിരുന്നല്ലേ യദു, പിന്നെ ശരത്ത്, പിന്നെ ബോബൻ, നിശാന്ത് സാഗർ. സെക്കൻഡ് പടം. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ സർക്കസ് പടം, മറ്റേ ജോക്കർ അവിടെ നമ്മളവിടെ ഉള്ളപ്പോഴാണ്, നമ്മളെ കൂടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഇയാള് ലോയിസ് സാറ് കാണണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് ചെലവൊക്കെ നടന്നു. എന്നാ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്തു വില്ലനായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിരുന്നു. അന്ന് ഭയങ്കര രസമായിരുന്നു. ഞങ്ങള് താമസിച്ച സ്ഥലം, ഞങ്ങൾ ആണുങ്ങളൊക്കെ ഈ ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസിക്കുന്നത്. അപ്പം ഇടയ്ക്ക് നേരത്തെ ഷൂട്ടിംഗ് തീരുകയാണെങ്കിൽ ഞങ്ങൾ ഇവരെല്ലാം വിളിച്ചോണ്ട് വരും. എന്നിട്ട് അവിടെ ഫുള്ള് എൻ്റെ കാർ, അവിടെ സ്പീക്കറൊന്നുമില്ല, എൻ്റെ കാർ അവിടെ തുറന്നിട്ടിട്ട് അതിനകത്ത് ഫുൾ പാട്ടൊക്കെ ബ്ലാസ്റ്റ് ചെയ്തിട്ട് അവിടെ ആടിപൊളി ചാപ്പാടൊക്കെ വരുത്തി ഫുഡെല്ലാം കഴിച്ച് ഭയങ്കര രസമായിരുന്നു. ഒരു മാസം നമ്മൾ ഭയങ്കര പിക്നിക് പോലെ. അതെ. അഭിനയമല്ലാതെ നമുക്ക് ചേട്ടന് ഇഷ്ടമുള്ള ഹോബീസ് എന്തൊക്കെ? പാടും. അല്ല, പാട്ട് ഞാൻ ഈ അങ്ങനെ പാടാൻ പോകുന്നില്ലല്ലോ. പാട്ട് പാടുന്നുള്ളത് അതിന്റെ കൂടെ ബാത്റൂമിൽ മൂളിപ്പാട്ട് പാടുന്നതാണ്. അത് ഹോബി എന്ന് പറയാൻ. അല്ലല്ല, പക്ഷെ നമ്മുടെ അന്ന് അമ്മയുടെ എല്ലാ ഷോയ്ക്കും ഞാൻ പാടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. ഓഹോ, ട്രൗസർ ഇട്ട് അപ്പോ അതൊക്കെ ചെറിയ, അത് കുറച്ചു നേരമല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. കുറച്ച് കൂടുതൽ നേരം നമ്മൾ കൊണ്ടുള്ള അതിനുള്ള ആരോഗ്യം. ഡാൻസ് വേണ്ട, പേരിന് വേണ്ടി യമുന ചേച്ചി ഉണ്ട് ഇവിടെ. അതെ അതെ, നമുക്ക് അങ്ങനെ ഒരു ഡാൻസ് വന്നാൽ ചേട്ടൻ പാടുന്നു, യമുന ചേച്ചി ഡാൻസ് ചെയ്യുന്നു. അതെ, എന്നെ സിനിമയിൽ കൊണ്ടുവന്നത് MG രാധാകൃഷ്ണൻ ചേട്ടനാണ്. ഞങ്ങൾ അയൽവാസികളായിരുന്നു. ഇത് കുറേ സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. രാധാകൃഷ്ണൻ ചേട്ടനും വേണു നാഗവള്ളി രണ്ടുപേരും അടുത്തടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടനാണ് വേണുചേട്ടൻ്റെ അടുത്ത് എനിക്ക് വേഷം കൊടുക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു ഗുരുനാഥനെ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പല പ്രോഗ്രാമിന്, പാട്ടിന്, റെക്കോർഡിങ്ങിന് പോകുമായിരുന്നു. അങ്ങനെ കോറസൊക്കെ പാടുമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ശരിക്കും വരുമാനം കിട്ടി തുടങ്ങിയത് ഈ കോറസ് പാടുന്നതിലാണ്. അപ്പോൾ അത് രാധാകൃഷ്ണൻ ചേട്ടൻ തന്നെയാണ് അതിൻ്റെ ഒരു കാരണക്കാരൻ. അപ്പോൾ ആ വീടുമായിട്ടും വലിയ ബന്ധമാണ്, അയൽവാസികളുമാണ്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ്റെ ഒരു പാട്ടിൻ്റെ, എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടിൻ്റെ ഒരു 4 വരി പാടാം. ഓക്കെ. തളിരില കൂട നീർത്തി ലാളിച്ചു വളർത്തിയ ഇളവാഴക്കൂമ്പിലെ തേൻ തുള്ളികൾ ഒരു തുള്ളി ചോരാതെ കരിവണ്ടറിയാതെ കിളിമൊഴി ചുണ്ടിനായി കൊണ്ടുവന്നു. അനുരാഗസുധയാൽ ഹൃദയം നിറഞ്ഞപ്പോൾ അനുവാദം ചോദിക്കാൻ വന്നു. അടിയന്റെ പാനപാത്രം ഈ അഴകിൻ്റെ മുമ്പിൽ, അടിയന്റെ പാനപാത്രം ഈ അഴകിൻ്റെ മുമ്പിൽ തിരുമുൽ കാഴ്ചയായി സമർപ്പിച്ചോട്ടെ. അനുരാഗസുധയായി ഹൃദയം നിറഞ്ഞപ്പോൾ അനുവാദം ചോദിക്കാൻ വന്നു. താങ്ക് യു.
presents Fira Foods Celebrity Kitchen Magic Season 3. Powered by Amritaweni, KSFE and നമ്മുടെ രാമചന്ദ്രൻ. ചേട്ടൻ്റെ സിനിമയിൽ കണ്ടേക്കണ ഒരു നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടാണ്, പക്ഷെ ഇത്രയും സ്റ്റൈലിഷ് ആണെന്ന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ചേട്ടൻ. പക്ഷേ എന്താണ് നേരിട്ട് അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഷർട്ടും കയ്യിലിട്ടേക്കണ ഞാൻ കുറേ നേരിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കയ്യിലിട്ടേക്കുന്ന ആക്സസറി ആയിട്ടുള്ള. അത് മിക്കവാറും കൊടുക്കേണ്ടി വരും. ഇല്ല ഇത് ചോദിക്കാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ സ്വയം സ്റ്റൈൽ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഒരു സ്റ്റൈലിസ്റ്റ് ഉണ്ടോ? ഇല്ല, എൻ്റെ സ്റ്റൈലിസ്റ്റ് ഒന്നുമില്ല. എന്തെങ്കിലും സ്റ്റൈലിസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വൈഫാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നത് വൈഫാണ്. വൈഫ് ഈ സാറ് പറഞ്ഞു വിട്ടത് കൊണ്ട് അപ്പൊ മാത്രമല്ല ഇതിന്റെ കൂടെയൊക്കെ പിടിച്ച് നിൽക്കണ്ടേ. അപ്പം കുറച്ചൊന്ന് ഭയങ്കര ഫാഷനബിൾ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിച്ച് ഞാനത് ഫസ്റ്റ് ടൈം ആണ്. ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇതുപോലത്തെ ഇത് ഒരു ഡക്കോട്ട എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കമ്പനിയുടെ ഇതാണ് ബ്രേസ്ലെറ്റ് ആണ്. അപ്പൊ ഇതിന്റെ അവർക്ക് തന്നെ വേറെ ഒന്ന് സ്കോർപിയനും ഉണ്ട്, അതും ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം അതൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കല്യാണമോ പ്രോഗ്രാമോ അല്ലാതെ ഞാൻ ഉപയോഗിക്കാറില്ല. തരില്ല. അപ്പൊ ഇന്നത്തെ ദിവസം ഭയങ്കര കളർഫുൾ ആയിരിക്കുകയാണ്. നമുക്ക് ഏറെ പ്രിയങ്കരനായ ഒരു താരം നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിലും, നമ്മുടെ ഷോയോടുള്ള എല്ലാ ഗെയിമുകളിലും അല്ലെങ്കിൽ എല്ലാ യാത്രയിലും കൂടെ നിൽക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടു, മധുരം കൊടുത്തു. എനിക്കൊരു ആഗ്രഹം, അപ്പൊ നന്ദുചേട്ടനെ പോലൊരു നടൻ നായകൻ നമ്മുടെ ഫ്ലോറിൽ വന്നിട്ട് ലൈവായിട്ട് നമുക്കൊരു ആക്ടിങ് കാണാൻ പറ്റിയ രസമല്ലേ? കാരണം നന്ദുചേട്ടൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാർ ഇവിടെ ഉണ്ട്, നന്ദുചേട്ടനെ കണ്ട് വളർന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ നന്ദുചേട്ടൻ്റെ ഒരു ലൈവായിട്ടൊരു പെർഫോമൻസ് കാണണമെന്നൊരു ആഗ്രഹം. കാശ് വല്ലതും കിട്ടുന്നോ? കയ്യടി പോരെ പ്രേക്ഷകരുടെ? നിങ്ങളെല്ലാം കഴിച്ചു, ഞാൻ കഴിക്കില്ല. പക്ഷെ അതിന് മുന്നേ ഒരു ചേഞ്ച് കൂടെ നമുക്ക് വേണം. അതെന്നറിയാമോ, അത് പ്രൊഫഷൻ അതാണല്ലോ. അപ്പൊ അഭിനയിക്കുക, വല്ല ചില്ലറയും വാങ്ങിച്ചിട്ട് പോവുക. വീട്ടിൽ അടിമതിയുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ആണോ? കിട്ടില്ല ഗിഫ്റ്റ്. ഒരു മാസം പാല് കുടിച്ച് വീട്ടില് വരും. വെരി ഗുഡ് വെരി ഗുഡ്. അത് കുടിച്ചല്ലേ നമ്മള് കേരളം കണി കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് ടാസ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ അനീഷേട്ടനെ അറിയത്തുള്ളൂ. അതിന് മുമ്പ് ചെറിയൊരു ചേഞ്ച് ഉണ്ട്, ഞാൻ ചെയ്യുക. വിഷ്ണു ഒന്ന് എഴുന്നേക്കാവോ? വീന ചേച്ചി ഒന്ന് എഴുന്നേക്കാവോ? ഒന്ന് അവിടെ പോയിരിക്കാവോ? അങ്ങോട്ട് ചേഞ്ച് ചെയ്യാം. നവീൻ ചേട്ടൻ ഇവിടെ, ദിവ്യ ചേച്ചി ഒന്ന് അവിടെ പോവാമോ? പക്ഷെ ഇനി ഒരാളെ കൂടി മാറ്റണ്ടേ? അപ്പൊ നവീൻ ചേട്ടനെ ഇങ്ങോട്ട് വിടണോ? അല്ല, ഞാനല്ല അവിടെ ഇങ്ങോട്ട് വന്നു. എന്നാ ഓക്കെ, നാദര അങ്ങോട്ട് വെക്കോ, യമനേച്ചി അവിടെ പോവാം. ഇനി ബാക്കി അനീഷേട്ടൻ പറഞ്ഞു. നിങ്ങൾ ജോഡികളെ തമ്മിൽ പിരിക്കുക എന്നുള്ള മാത്രമല്ല, അറിയാതെ ഒരു ജോലി താൽക്കാലികമായിട്ട്. അപ്പൊ ആ സെക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് നന്ദുടൻ ഈ ബോർഡിന്റെ പിറകിലേക്ക് പോകും. നമ്മളിനി ഒരു സിനിമയുടെ പേര് ഗെയിമാണ്. ഓക്കെ, ഒരു സിനിമയുടെ പേരാണ് എഴുതാൻ പോകുന്നത്. ഈ നമ്മളെല്ലാവരും ഇതുപോലെ മനസ്സിൽ ഓരോ സിനിമകളുടെ പേരിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് ഫുഡ് റിലേറ്റഡ് ആയിരിക്കും. ഫുഡുമായി ബന്ധപ്പെട്ട ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയുടെ പേര് എഴുതാം. ഗെയിമാണ്. ഇപ്പൊ ഉസ്താദ് ഹോട്ടൽ എല്ലാവരും ഓർത്തല്ലോ, അതുപോലൊരു പേര്. പക്ഷെ ഫുഡുമായിട്ട് ബന്ധപ്പെടാം. ഹോട്ടലാവാം, അല്ലെങ്കിൽ ഫുഡിന്റെ വളരെ പ്രാധാന്യമുള്ളൊരു സിനിമയാകാം. ക്രിസ്ത്യൻ പ്രദേശം പറയാമോ? കാര്യം അടിക്കണേ അതില്ല, അത് അതോട്ട് കൂടെ അല്ലേ? ജോണി വാക്കർ. അതൊക്കെ നല്ല പേരല്ലേ? ഫുഡ് അല്ലല്ലോ. പക്ഷെ അനീഷേട്ടാ ഇപ്പഴേ പറയണ്ടായിരുന്നു, ഈ ദിവ്യ ചേച്ചിയും ഇവര് പുള്ളിക്കാരനും കൂടെ കണ്ണും കൈയൊക്കെ എന്തൊക്കെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ ആലോചിച്ചോളൂ. നന്ദുചേട്ടൻ ഞങ്ങൾ അഭിനയിച്ച് കാണിച്ചു തരണം എന്നെ. ആണോ? അപ്പൊ ആരെഴുതും? സാർ എഴുതും. പടത്തില് കണ്ടന്റ് ഉള്ള ഒരു സംഭവം. ഇതൊരു ടെസ്റ്റാണ്. ശരി. അയ്യോ അമ്മേ, എഴുതാൻ അറിയത്തുണ്ടാ ഇവിടെ വന്നു. ഫ്ലൈറ്റ്, പ്ലെയിൻ, ഫ്ലൈറ്റ്, മദ്രാസ് മെയിൽ, ഫ്ലൈറ്റ്, 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 പ്ലെയിൻ, റോക്കറ്റ്,
കുന്തം. പ്ലെയിന് ലുട്ടാപ്പിയുടെ കുന്തം. പ്ലെയിനിന്റെ വേറെ വാക്ക്. പ്ലെയിൻ ഉണ്ട്, ഫ്ലൈറ്റ്, സ്ട്രൈപ്സ് ഉള്ളതുണ്ട്. അത് പറയാൻ ചിലപ്പോ വിട്ടേക്ക്. രണ്ടാമത്തത് ആദ്യത്തത് പ്ലെയിനിന്റെ പ്ലെയിനിന്റെ പറഞ്ഞോണ്ടിരിക്കും. ലാലേട്ടന്റെ മൂവി, പഴയ മൂവി, ഫ്ലൈറ്റിൽ വരണ മൂവി, പറന്നു പോണ മൂവി, പറക്കണ മൂവി, അക്കരെ അക്കരെ അക്കരെ, പറന്നു പോയി, ഫ്ലൈറ്റിൽ പോയി. ഫ്ലൈറ്റിന്റെ വേറെ വാക്കൊന്ന് പറഞ്ഞാടേ. ഇല്ലാലും വേണ്ട. ഫ്ലൈറ്റ്, പ്ലെയിന്, ഈ പണ്ടാടത്തിന് വേറെന്താ വാക്ക്? വിമാനം. 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 അല്ലെങ്കിൽ ലാലേട്ടൻ. ഇല്ല, ലാലേട്ടൻ പറഞ്ഞു. പഴയ സിനിമ, ലാലേട്ടന്റെ പഴയ സിനിമ ഫ്ലൈറ്റ് ഉള്ള സിനിമയുണ്ട്. അക്കരെ അക്കരെ. അനീഷേട്ടന് തരാട്ടാ. ലാലേട്ടൻ, പെണ്ണ്, പേര്, 4 പേരുണ്ടോ? മറ്റേ ബോയിങ് ബോയ്. അപ്പൊ എന്തുകൊണ്ടാണെന്നറിയാം, നമുക്ക് ഇതിനകത്ത് ആ ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു രംഗം വളരെ ഫെമിലിയർ ആണ്, വളരെ സ്വാദിഷ്ടമായ ചിക്കൻ. അല്ല, പക്ഷേ കുറച്ച് കുഴപ്പമില്ല. കാര്യം തന്നെ ഈ പ്ലെയിനിൽ നിന്ന് കാണിക്കാം ഇതിന്. പക്ഷേ ഞാൻ 2 പ്ലെയിൻ, ഒന്ന് ബോയിങ്, ഒന്ന് എയർബസ്. ഇതാണ് സാറിന് ഇവിടെ ഉള്ളത്. അപ്പൊ അതിലേക്ക് വരണില്ല. റോക്കറ്റ്. അല്ല, എനിക്കത് മനസ്സിലായി. ബോയിങ് നമുക്ക് കിട്ടില്ലാത്തതാണ് ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞു. ഇനിയാണ് മത്സരത്തിൽ കടക്കാൻ പോകുന്നത്. റെഡി? ആദ്യം വിഷ്ണുവിനെ തന്നെ വിളിക്കാം. കഴിക്കുന്ന പടം. ഇല്ല, ഒരു സെക്കൻഡ്. പേരിൽ ഫുഡിൻ്റെ ഉണ്ടോ? സിനിമയുടെ പേരിൽ തന്നെ ഫുഡുണ്ട്. നടൻ ലാലേട്ടൻ. കിളിച്ചുണ്ട മാമ്പഴം. റെക്കോർഡ് ടൈമിങ്ങിൽ ഇട്ടിട്ടുണ്ട്. താങ്ക് യു. എന്താ ഒന്നുമില്ലടാ, നീ നിന്റെ അത്ര സ്പീഡിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാലേട്ടന്റെ പടം ഫുഡിന്റെ പേരാന്ന് പറഞ്ഞു. അപ്പൊ കിളിച്ചുണ്ട മാമ്പഴത്തിലാണല്ലോ ഫുഡിന്റെ പേരുള്ളത്. ഇത് ആര് കാണിച്ചത്? ഞങ്ങൾക്ക് ബലമായ സംശയം ഇവിടെ നിന്ന് ആരോ സപ്പോർട്ട്. ആ വിഹിതത്തിൽ എനിക്ക് പങ്കില്ല. ശരി, അത് മാമ്പഴം പിന്നെ കഴിക്കാം. നമുക്ക് അടുത്ത് യമന ചേച്ചി വായോ. മാമ്പഴം കാലം. മാമ്പഴക്കാലം. ഒത്തുകളി. അപ്പൊ ഇത് അവിടെ കൊണ്ടിരുത്തിയിട്ട് അല്ല, ഇപ്പൊ ഈ റെക്കോർഡ് സമയത്തിലാണെന്ന് ഇവര് അവകാശപ്പെട്ടു. ഇപ്പൊ ഇതാണോ റെക്കോർഡ്, അതാണോ റെക്കോർഡ്? ഇത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. അടുത്ത ടീമിനെ വിളിച്ചാൽ മീന ചേച്ചി വരുന്നുണ്ടോ, നവീൻ ചേട്ടൻ വരുന്നുണ്ടോ? വേറൊരു കിളിച്ചുണ്ട മാമ്പഴം. വളരെ പൊളിച്ച് റെക്കോർഡ് ഇടാൻ പറ്റും. കഴിഞ്ഞ്. ആമ. ചീങ്കണ്ണി. ഭക്ഷണം. മീൻ. പുള്ളിക്ക് വെച്ചേക്കണം. മീൻ. പഴം പൊളിച്ച്. മീൻ എല്ലാവർക്കും നുള്ളി കൊടുത്തു. മീൻ വിടർത്തി. മീൻ വിടർത്തിയ വാനം പാടി. മീൻ. മീൻ. പഴം. പറട്ടെ. പഴമീൻ. മീൻ. മീൻ പൊളിച്ചു. അകത്ത് എന്തുണ്ട്? എല്ലാവർക്കും കൊടുത്തു. ഇതാണ് റെക്കോർഡ് ഇതുവരെ നടന്നത്. ഏറ്റവും വലുത് മീനത്തിൽ ഞങ്ങൾ മീനുണ്ട്. ഇല. ഞാൻ പറയട്ടെ.
പൊതിച്ചോറ് മീനുണ്ട്. മീനിൽ ഉറപ്പിച്ച് ഒരു മീനുണ്ട്. അതല്ലാതെ വേറെ മീന് എന്തെങ്കിലും പൊളിച്ചു. പഴയ പടം. ക്ലിപ്പ് എടുക്കരുത്. ആരാ അഭിനയിക്കണത്? അത് ഏതാ ആർട്ടിസ്റ്റ്? പഴയ ആർട്ടിസ്റ്റ്. കറക്റ്റ് ആയിരുന്നു, കുറച്ചും കൂടെ പിടിച്ചാൽ കിട്ടും. അല്ല ആ ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു. ചേച്ചി അത് കറക്റ്റ്. പഴയ പടം, പഴയത്. നീ ഇങ്ങോട്ട് വേണ്ടി പോടാന്ന്. അത്രയും വേണ്ട, പഴയത്. മീൻ അല്ല, ആ ആക്ഷൻ ഒന്ന് മാറ്റി വേറൊരു ആക്ഷൻ കാണിച്ച്. മധു സാറ്. മധു ചെമ്മീൻ. പറയാനാണ് ഇത്ര വലിയ പാട്. അല്ല, ഇത് റെക്കോർഡ് ഏറ്റവും സമയം പക്ഷെ നന്നായിരുന്നു. നിങ്ങളാണ് നല്ല പെർഫോമൻസ്. പിന്നെ സമയമെടുത്ത് ചെയ്യിപ്പിച്ചു. ഇനി അടുത്ത ആരാ വരുന്നത്? എന്ത് വേണേ എഴുതിക്കും. പഴയതാണേലും പാവം. നല്ലതാ നല്ലതാ, എനിക്ക് ഇഷ്ടം ഉപ്പും പുളി. അല്ല പറഞ്ഞോണ്ടിരിക്കും ചേട്ടൻ പറഞ്ഞു. സ്നേഹം സ്നേഹം ലവ് ലവ് മേളിലേക്ക് പോണം. പ്രേമം ദൈവത്തിന് ഇഷ്ടം. വലുതായി വരുന്നു, അവള് വലുതായി വരുന്നു. ഓ രണ്ടുപേർക്ക് ഇഷ്ടമുള്ളത് ലോലിപോപ്പ് അല്ല. ലോലിപോപ്പ് അല്ല ഇങ്ങനെ കാണിച്ചു. പുളി അല്ല. പുളി പുളി രണ്ടുപേർക്ക് ഇഷ്ടമാണ്. രണ്ടുപേർക്ക് ഇഷ്ടമാണ്. ജ്യൂസ് ജ്യൂസ്. എനിക്കും ഇഷ്ടമാണ്. ആക്ടറിനെ കാട്ടിക്കൊടുക്കുക ചേച്ചി. എല്ലാവർക്കും ഇഷ്ടമാണ്. വേറെ ആക്ടറിനെ കാട്ടിക്കൊടുക്കുക. ആക്ടറിനെ എഴുതിയത് എന്താ? പക്ഷേ നായകനെ കാണിച്ച ഇപ്പൊ കിട്ടും. നായകനെ കാണിക്കാൻ അറിയില്ല. ഓക്കെ. ആളുടെ പേര് അല്ല സുഹൃത്ത് വായാണ്. മായമോഹിനിയ അല്ല, മായാദേവി. മായ മുത്ത്. നിന്റെ ചേച്ചിയുടെ പേര്, അമ്മയുടെ പേര്, അപ്പച്ചിയുടെ മോന്റെ പേര്, ആരാണ് ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്നില്ല. ഇത് സെലിബ്രിറ്റി കിച്ചണാണ്. അനീഷ ഇത് കഴിയുമ്പോ സംഭവിക്കാൻ അറിയാമോ? നേരെ ഒരു കത്തി സീരിയസ് ആയോ? ഒരു കേസരി വെച്ച് നിൽക്കുന്ന മനുഷ്യനാണോ നിൽക്കണത് അറിയോ? ഫോൺ വിളിച്ചു. ശാന്തത. എല്ലാരും പോവാണെങ്കിൽ പറഞ്ഞിട്ട് പോണേ. നാളെ എപ്പോ വരും? ചേച്ചി ചേട്ടന്റെ ഭാര്യ. ചേച്ചി ചേട്ടന്റെ ഭാര്യ. അത് ശരി. അപ്പൊ ഞാൻ അപ്പൊ ചേട്ടന്റെ ആരാണ്? അല്ല, അപ്പൊ ഞാൻ ചേട്ടന്റെ ആരാണ്? ഞാൻ നിന്നെ വിളിക്കണതോ? കുഞ്ഞുമോളെ കല്യാണം കഴിച്ചില്ലേ നമ്മൾ? എന്നെ വിളിക്കുന്ന ഏട്ടാന്നോ? ഏട്ടൻ സതീശൻ. ഓക്കെ. സതീശന്റെ മോൻ മോൻ പൃഥ്വി. അവന്റെ പേരെന്താ? പൃഥ്വിരാജിന്റെ സിനിമയാണ്. ആ
പറഞ്ഞു. ഒരു നാട്ടിലുള്ള ആൾക്കാരുടെ മുഴുവൻ പേര് പറയേണ്ടി വന്നു. പക്ഷെ ഇതിപ്പോ നടന്നത് എന്റെ പ്രാർത്ഥന ഇല്ലെങ്കിൽ എനിക്കാവും ചീത്തപ്പേര്. അല്ല കുറച്ച് ഈ കുടുംബം നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല ഫസ്റ്റില് താടി ആ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന നാഗവല്ലി ഞാൻ ഇടയ്ക്കിടവിട്ട് പോയി ഇത് നമ്മുടെ കുടുംബത്തിന് തന്നെ മോശമാവില്ലേ ഇത്? അപ്പൊ എന്തായാലും രസമായി. അതോടെ നിന്ന് ഇത്രയും നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളാണ്, തിരക്കുകളുണ്ട്. അതിനിടയിൽ നമ്മുടെ ഷോയുടെ ഭാഗമായിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. എക്സ്പീരിയൻസ് അല്ല ഭയങ്കര രസം. കാര്യം എന്നെ വിളിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിത് എങ്ങനെ അതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളത് അറിയാതെയാണ് വന്നത്. അപ്പോൾ വന്നപ്പം നമുക്കെല്ലാം അറിയാവുന്ന ആൾക്കാർ, അപ്പം ഭയങ്കര. പിന്നെ അനീഷ് ഇങ്ങനെ എന്താ പറയുക, ഉരുളക്കുപ്പേരി പോലെ സംസാരിക്കാനുള്ള കഴിവുള്ള മനുഷ്യൻ, എപ്പോഴും സെൻസ് ഓഫ് ഹ്യൂമർ സ്വതസിദ്ധമായിട്ടുള്ളൊരു വ്യക്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ അഭിനയിക്കുമ്പം ഈ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ നല്ല നടന്മാരാണെങ്കിലാണ് നമ്മൾ ഷട്ടിൽ കളിക്കുമ്പോൾ ഉദാഹരണത്തിന് എതിരെ നിൽക്കുന്ന ആൾ നന്നായിട്ട് കളിക്കുന്ന ആളാണെങ്കിലേ നമ്മുടെ കളി നന്നാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അഭിനയിക്കുമ്പോഴും നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ ഒട്ടുമുക്കാൽ ആൾക്കാർ എല്ലാവരും ഗംഭീരമായിട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന നമ്മൾ നാച്ചുറൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവരെ പോലെ തന്നെ അഭിനയിക്കണം, നമ്മൾ തെറ്റുപറ്റാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കിടക്കുകയും നമ്മൾ അഭിനയം നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. മിൽമ പ്രസൻസ് ഫിറ ഫുഡ്സ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി, KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് പിറകിലേക്ക് നമ്മൾ ഏട്ടനെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഏട്ടൻ്റെ പാടിയ ഒരു പാട്ട്, ഏട്ടൻ അഭിനയിച്ച ഒരു രംഗമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഓർമ്മയുടെ ഒരു പാട്ട് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. പാട്ട് പഠിക്കണമെങ്കിൽ കൊട്ടും തലയ്ക്ക് പോണം, പാട്ടും പഠിപ്പിച്ചരാം, മാട്ടവും നടത്തി തരാം, പോണം പൊക്കിന് മോന്തക്കിട്ടൊരു ചാകിട്ടും തരാം. ഒരു സമ്മാനം Crockery partner Minolta. Easy and healthy cooking. Anish Ravi costume sponsored by Dhanya Furniture.